മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവർ പിന്നെ നമ്മളെ പീസ് റേഡിയോ സ്ഥിര ശ്രോതാവാണ്, പുലരിവട്ടം സ്ഥിരമായി കേൾക്കുന്നു എന്നൊക്കെ ഒരു ആമുഖം പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അവരൊരു വലിയ പ്രയാസത്തിൽ, അതായത് ഭർത്താവ് കൊറോണ സമയത്ത് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാണ്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇതുവരെ പിന്നെ പോയിട്ടില്ല, പുറത്ത് നാട്ടിൽ തന്നെ ഒരു ജോലിക്ക് പോകുന്നില്ല, എല്ലാ സമയത്തും യൂട്യൂബ് നോക്കി അങ്ങനെ കിടക്കുന്നു. പിന്നെ കുറച്ച് സാമ്പത്തിക ബാധ്യത, കടബാധ്യതയൊക്കെ ഉണ്ട്. ഒരു മകളാണുള്ളത്, അവളെ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാൾ നല്ല പുക വലിക്കുന്ന ഒരാളാണ്. പുക വലിച്ചിട്ട് വീട്ടിൽ തന്നെ വലിയ പുകമയം ഉണ്ടാവും. കാരണം വലിയ പേക്ക് കണക്കിന്, ബണ്ടിൽ കണക്കിന് പേക്ക് കൊണ്ടുവന്നിട്ട് അയാളിങ്ങനെ ഒരു ചെയിൻ സ്മോക്കർ നിർത്താതെ വലിക്കുന്ന ഒരാൾ. പലപ്പോഴും ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടും ഡോക്ടർമാരനെ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, നിർത്തണം, പക്ഷേ അയാൾ കേൾക്കുന്നില്ല. ഇവർക്ക് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായി, എന്തൊരു ശ്വാസം കിട്ടാത്ത രൂപത്തിലൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടായി. അവർ വലിയ പ്രയാസത്തിലാണ്. അവിടെ ഉണ്ടായിരുന്ന മകൾ എന്ത് ചെയ്തു, അവർ ഇപ്പോൾ വീട്ടിലേക്ക് വരാതെയായി. കാരണം ഇത് കാരണം ഇവർ തമ്മിൽ അങ്ങനെ വീട്ടിൽ നിൽക്കുന്നു എന്നല്ലാതെ പിന്നെ ഒരുമിച്ചുള്ള പിന്നെ റൂമിലുള്ള കിടത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സഹോദരിയുടെ പേടി എന്താ വെച്ചാൽ, ഭർത്താവാണ്, ഞാനെങ്ങാനും ഇനി പിന്നെ എന്താ വെച്ചാൽ അതിനു വേണ്ടിയിട്ട് ഇയാളോട് തർക്കിക്കുകയും അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്താൽ ഇവരെ അമലുകൾ ബാത്തിലാകും, അള്ളാഹു ശിക്ഷിക്കും. കാരണം ഭർത്താവിനുള്ള കടമകൾ നിർവഹിക്കാതിരുന്ന വലിയ പേടി ഈ സഹോദരിക്കുണ്ട്. അപ്പോൾ ഇവരെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കൂലേ എന്നുള്ളൊരു വലിയ ഭയം അവരെ മാനസികമായ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതിനെന്താണ് ഒരു ശരിക്കുള്ള പ്രതിവിധി എന്നാണ് ഇവർ ചോദിക്കുന്നത്. അതായത് ഭർത്താവ് ഇപ്പോൾ അവരെ കാര്യങ്ങൾ വേണ്ട മാതിരി സംരക്ഷിക്കുന്നു, നോക്കുന്നൊന്നുമില്ല, ഒരു ഭർത്താവ് എന്നുള്ളതൊക്കെ ഒരു ലൈഫൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ അവിടെ നിന്നോളണം, ഭർത്താവിനെ നിലനിർത്തിക്കൊള്ളണം എന്ന് വലിയ നിർബന്ധാവസ്ഥയൊന്നുമില്ല. മാത്രമല്ല അതുകൊണ്ട് കുറേ ശാരീരികമായ ദ്രോഹങ്ങളും വിഷമങ്ങളും ഒക്കെ വരികയാണെങ്കിൽ അവർക്കിപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നതിന് അവർക്ക് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിലുപരി നമ്മൾ മനസ്സിലാക്കണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്തരം ഒരാൾ ഇങ്ങനെയും എനിക്ക് ജീവിച്ചു പോകാൻ കഴിയും എന്ന് അയാൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പം ഇങ്ങനെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ റിട്ടയർഡായി വന്നിട്ട് ഇവിടെ പീടിയും വലിച്ചിങ്ങനെ കിടന്നാലും ഇവിടുത്തെ ലൈഫ് മുന്നോട്ട് പോകും. അപ്പോൾ ഈ സഹോദരി എവിടെന്നെങ്കിലൊക്കെ ഇടപെട്ട് ഭക്ഷണത്തിലെ വഴി കണ്ടെത്തി അയാൾക്ക് സമയത്ത് നിന്നാൻ കൊടുത്ത് പോകും. അതൊരു സുഖമല്ലേ? ഒരു പണി അറിയണ്ട, ഒന്നും അറിയണ്ട, എവിടെന്നെങ്കിലൊക്കെ പറയണത് ഞാൻ ഇട്ടെറിഞ്ഞ് പോയാൽ പിന്നെ അയാൾക്ക് അസുഖം കൂടും, കൂടുതൽ വലിക്കും, വലിക്കുന്നതിനേക്കാൾ വലിക്കും. അത് ഈ ഭാര്യമാർക്ക് എന്താ വെച്ചാൽ ഭർത്താക്കന്മാരുണ്ടാകുന്ന ഈ ഒരു സ്നേഹവും ഈ ഒരു സോഫ്റ്റ് കോർണറുമാണ് അവരെങ്ങനെ കെട്ടിയിടുന്നത്. ഒന്നും കൊടുക്കണില്ലെങ്കിലും ഒരു ഭർത്താവിൻ്റെ ഒരു അനുഭവങ്ങളില്ലെങ്കിലും ഇയാളൊരു സാധുവല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, നിന്ന് പോകുമ്പോൾ അവരും അത് കാണും, ഇവളെന്ത് ചെയ്താലും എന്നെ വിട്ടു പോകില്ല, ഇവിടെ ഉണ്ടായിക്കോളും എന്ന് വിചാരിക്കണത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ സാധാരണ പറയാൻ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഭർത്താവ് തരേണ്ട കാര്യം അയാളിന്ന് വാങ്ങണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഭക്ഷണമില്ല. അതെ, മനസ്സിലായില്ലേ? അങ്ങനെ പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പറ്റുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ഇനി പുറത്ത് പോയില്ലെങ്കിൽ ഇവിടെ പട്ടിണിയാവും തോന്നുമ്പോൾ അയാൾ ഇറങ്ങും. ഇത് അയാൾ ഇറങ്ങിയില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇറങ്ങും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നൊരു കാര്യം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവരെ കൂടെ ജീവിച്ചു പോകാനൊരു നിവൃത്തിയില്ലെങ്കിൽ അവർ സ്വന്തമായൊരു തീരുമാനമെടുക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഇതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നാലേ പറ്റുള്ളൂ എന്ന് പറയാം. പിന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോഴൊക്കെ ഇദ്ദേഹത്തൊക്കെ എന്ത് ചെയ്യും, കുറച്ച് അയാളുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാൾ അയാൾ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്കൊരു ബോധം ഉണ്ടാവും. കാരണം പ്രായമൊക്കെ ആയി വരികയല്ലേ. അങ്ങനെ ഒരു ദാവത്തിൻ്റെ അവസരം ഉണ്ടാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതിനും ശ്രമിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളൂ.